ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ കൂടി ചേരുകയാണ്. ശശികല ടീച്ചർ, ഇപ്പോൾ ഇതാ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറും ജയിലിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതായത് ഘട്ടം ഘട്ടമായി ഈ ഇത്രയും നമ്മൾ ചർച്ച ചെയ്ത സ്വർണ്ണ കവർച്ച കേസിലെ പ്രതികൾ ഓരോരുത്തരായി പുറത്തേക്ക് വരുന്നു. കോടതിക്ക് ജാമ്യം നൽകുകയല്ലാതെ മറ്റൊരു നീക്കം നടത്താൻ സാധിക്കുകയില്ല. കാരണം ഇടക്കാല കുറ്റപത്രം ഇതുവരെ സമർപ്പിക്കാൻ ഇഡിക്ക് കഴിഞ്ഞിട്ടുമില്ല. ടീച്ചർ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? അവസാനം അയ്യപ്പനെ പിടിച്ച് ജയിലിലിടാൻ മതിയായിരുന്നു. ഇവരെയൊക്കെ പിടിച്ച് ഇറക്കി വിട്ടിട്ട് അയ്യപ്പനെ പിടിച്ച് ജയിലിലിടാൻ സർക്കാർ എത്രമാത്രം ശ്രമിക്കും എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഭക്ത എന്ന നിലയിലുള്ളൂ. ശരിക്കും പറഞ്ഞാല് നമുക്ക് ഒന്നാകെ നടക്കരുത്. ഒരു ഭരണകൂടം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ആ ഒരു ഭരണകൂടത്തിന് ഇത്തരം ഇത്രയും വലിയ പ്രമാദമായ ഒരു വിഷയത്തിൽ പോലും നീതി നടപ്പാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാല് ഒരു വോട്ടർ എന്ന നിലയിൽ നമുക്ക് നമ്മളെ പറ്റി തന്നെ പുച്ഛം കൊള്ളുന്ന ഒരവസ്ഥയാണ്. ഇത്രയും ജനങ്ങൾ ഇത്രയും വിഷമിച്ച ഇത്രയും വേവലാതിയോടുകൂടി കണ്ട ഒരു വിഷയത്തില് ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കുന്നതിൽ എന്തിനാണ് ഇതിന് അറസ്റ്റ് നടത്തിയത്? എന്തിനാണ് ഇത്തരത്തിൽ ജനങ്ങളെ ഇളക്കുന്ന വിധത്തിലുള്ള വാർത്ത ഉണ്ടാക്കിയത്? ഇനി ഇതിന്റെ എല്ലാവരും ഇറങ്ങി വരും. ഇത് ആദ്യം മുതലേ നമ്മളൊക്കെ ഈ ആശങ്ക പങ്കുവെച്ചതാണ്. മാത്രമല്ല, ഇത് കോടതിയിൽ ചെന്നാൽ ഇപ്പൊ ജാമ്യത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് മാത്രമല്ല, കോടതിയിൽ ഈ കേസ് വിചാരണയ്ക്കെടുത്താൽ ഇവരിൽ ഒരാൾ പോലും ശിക്ഷിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയില്ല. കാരണം അങ്ങനെ ശിക്ഷിക്കപ്പെടത്തക്ക വിധത്തിൽ ഈ കേസ് ഗൗരവമായി ഫ്രെയിം ചെയ്തിട്ടില്ല. ഇതിനകത്ത് വേണ്ടത്ര ലൂപ്പ് ഹോളുകൾ യഥേഷ്ടം ഉണ്ടാക്കി പ്രതികൾക്ക് മൊഴി പഠിപ്പിച്ചു കൊടുത്ത് അതിനൊക്കെയുള്ള സംവിധാനത്തിലാണ് പോയിരിക്കുന്നത്. ഇതിപ്പോ ഈ ഇലക്ഷൻ വരെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക, ഒപ്പം സ്വന്തം സഖാക്കളെ രക്ഷിച്ചെടുക്കുക. ഒരിക്കലും ഒരു നിയമത്തിന്റെ മുന്നിൽ പിടികൊടുക്കാതെ ഒന്നും അദ്ദേഹത്തിന് ലഭിച്ചു. അയ്യപ്പന്റെ ഒരുപക്ഷെ മൂലവിഗ്രഹം പോലും പോയോ എന്നറിയാത്ത വിധത്തിലേക്ക് എല്ലാം നിർത്തി അവർക്ക് അതിന്റെ സമ്പത്ത് കിട്ടി. അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പ് വരെ ഞങ്ങൾ എന്തൊക്കെയോ കാട്ടുന്നു, SIT അതാണ്, SIT ഇതാണ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാട്ടുന്നു എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് വരെ പിടിച്ചു നിൽക്കുക. അത് കഴിഞ്ഞാൽ സാധാരണ പോലെ തന്നെ സഖാക്കൾ ആരും ശിക്ഷിക്കപ്പെടാത്ത ഒരവസ്ഥ ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ്. ഇവരൊക്കെ ജാമ്യം നേടി ഇറങ്ങിപ്പോരുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ഇവർക്കെതിരെ കൃത്യമായൊരു കുറ്റപത്രം ഉണ്ടാക്കാൻ അവർക്ക് ഇപ്പോഴും ഇരുട്ടി തപ്പില്ലേ? കാരണം എന്തുകൊണ്ട് കുറ്റപത്രമാണ് പേപ്പറിലുണ്ടെങ്കിൽ ഇത് തയ്യാറാക്കിയാൽ പോരല്ലോ. അന്വേഷണം എവിടെ എത്താത്തത് കൊണ്ടല്ലേ കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കാത്തത്. അപ്പൊ എത്തിക്കരുത് എന്ന വാശിയുണ്ട്. ഇപ്പോൾ എന്താണ് പോയത്, എവിടേക്കാണ് പോയത്, ആരാണ് അടിച്ചത്, ഇത്തരം ഒരു കാര്യത്തെ പറ്റിയും തീർച്ചയില്ലാതെ ഏതെങ്കിലും ഒരാളെ ചോദ്യം ചെയ്യുന്നു, എന്തെങ്കിലും കാണുമ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യുന്നു, അയാളുടെ മൊഴിയിൽ നിന്ന് വേറൊരാളുടെ പേര് വരുന്നു. അത് പർപ്പസ്ഫുള്ളി പറയുകയാണോ അതോ ഉണ്ടായിട്ട് പറയുകയാണോ നമുക്കറിയില്ല. അടുത്തയാളെ അറസ്റ്റ് ചെയ്തു. ഈ മൊഴികൾ വെച്ച് അറസ്റ്റ് ചെയ്യുന്നതപ്പുറത്ത് മൊഴികൾ, ഈ പ്രതികൾ പറയുന്ന മൊഴികൾ എത്രത്തോളം വാസ്തവമാവും നമുക്ക് പറയാൻ സാധിക്കും. ഈ മൊഴികൾ വെച്ച് അറസ്റ്റിലേക്ക് പോകുന്നത് ഒഴിച്ചാൽ സത്യസന്ധമായി എന്തെങ്കിലും വിവരം കണ്ടെത്തി അല്ലെങ്കിൽ തെളിവുകൾ എടുത്ത് തൊണ്ടി മുതൽ കണ്ടെത്തി ഇവരെ അത്തരത്തിൽ ആ സ്ഥലത്ത് പോയി ചോദ്യം ചെയ്ത് ഇതൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇത് വെറും ഒരു പൊറാട്ട് നാടകമായി അവസാനിക്കും എന്ന വിഷമം അത് മലയാളിയുടെ യോഗമായി പോകുന്നു എന്നേ പറഞ്ഞാൽ